ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് ഹൈദരാബാദിലെ ചരിത്രപ്രസിദ്ധമായ ചാർമിനാർ കാണുവാനാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ചാർമിനാറിൻ്റെ മുൻഭാഗത്താണുള്ളത്. ഈ ചാർമിനാറിനോട് തൊട്ട് ചേർന്ന് ഒത്തിരി മാർക്കറ്റാണ്. ഒരു പലതരത്തിലുള്ള കച്ചവടക്കാരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ബസാറിന് പറയുന്ന പേര് ലാഡ് ബസാർ എന്നാണ്. വളരെ ക്യൂ നിന്നതിന് ശേഷം മാത്രമേ നമുക്കിതിനകത്ത് ഒരുപാട് ആൾക്കാർ കാണുവാൻ വേണ്ടി വന്നിട്ടുണ്ട്. മുകളിലൊക്കെ ആൾക്കാരിങ്ങനെ നടന്നു പോകുന്നു. ശരിക്കും അമേസിംഗ് ആണ്. വളരെ ഉയരമുള്ള, തൊട്ടടുത്ത് നോക്കുമ്പോൾ വളരെ ഉയരമുള്ള ഒരു ബിൽഡിങ്ങാണ്. ഒത്തിരി പല ക്രാഫ്റ്റ് വർക്കുകളും അതുപോലെ തന്നെ ഒത്തിരി കച്ചവടക്കാരും ഒക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു പെൺകുട്ടിയുടെ ചിത്രം വരയ്ക്കുന്ന ഒരു കലാകാരനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്, എത്ര പെട്ടെന്നാണ്, എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ പെൺകുട്ടിയുടെ ചിത്രം വരയ്ക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് തൊട്ടടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അദ്ദേഹവും വീഡിയോ എടുക്കുന്നുണ്ട്. വളരെ കറക്റ്റായിട്ടാണ്. ഏകദേശം 400 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ചിത്രം അതേപടി തന്നെ ഇദ്ദേഹം വരച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് കോയിൻ കളക്ഷൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പഴയ രാജാക്കന്മാരുടെ കാലത്തുള്ള കോയിൻസുകളും അതുപോലെ തന്നെ പഴയ 10 പൈസ 5 പൈസ അങ്ങനെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അതിവിശാലമായിട്ടുള്ള 4 കമാനങ്ങളാണ്. ചാർമിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മിനാറുകളാണ് വിത്ത് ഒരു പള്ളിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് ചില ഒരു സൈഡിൽ അങ്ങോട്ട് നമുക്ക് പോകാൻ സാധിക്കുന്നില്ല. ഇത് ഏകദേശം 149 സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് വളരെ നാരോ പാസേജാണ്. ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ റൗണ്ടായിട്ട് കയറി പോകണം. ശരിക്കും നമുക്ക് ഇതിലേക്ക് കയറുമ്പോൾ ശ്വാസമുട്ടലൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഓക്സിജൻ്റെ അഭാവം ഉണ്ടോ എന്ന് വരെ സംശയിച്ചു പോയി. എങ്കിലും ചെറിയ ഗ്യാപ്പുകളിലൂടെ ഓക്സിജൻ പുറത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ അൺകംഫർട്ടബിളാണ്. എന്തായാലും ഇങ്ങനെ കയറി പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു മനുഷ്യന് കറക്റ്റായിട്ട് പോകാനുള്ളൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഈ ഗ്യാപ്പിലൂടെ മാത്രമേ നമുക്ക് കടന്ന് മുകളിലോട്ട് ഓരോ സ്റ്റെപ്പുകളും കയറി മുകളിലോട്ട് എത്തുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഏകദേശം 149 സ്റ്റെപ്പ് കയറിയപ്പോൾ നമ്മൾ ഫൈനലി ഇതിൻ്റെ മുകളിൽ എത്തിച്ചേർന്നപ്പോൾ കണ്ട കാഴ്ച തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു നമുക്ക് ഇവിടുന്ന് കാണുവാൻ സാധിച്ചത്. എന്തായാലും കുറച്ച് സ്ട്രഗിൾ ചെയ്തെങ്കിലും മുകളിൽ കയറി. ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കുന്നത് നമുക്ക് മെക്ക മസ്ജിദാണ് കാണുന്നത്. മെക്ക മസ്ജിദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെക്കയിൽ നിന്നും സോയിൽ കൊണ്ടുവന്നിട്ട് അതിൽ പ്രത്യേക അതിൻ്റെ കമാനം ഉണ്ടാക്കിയതാണ് പുറത്ത് കാണുവാൻ സാധിക്കുന്നത്. ഇത് 1591 ചാർമിനാർ കൺസ്ട്രക്ട് ചെയ്തത്. ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഗരത്തിൽ ഒരുപാട് അന്നത്തെ കാലത്ത് പ്ലേഗ് ഉണ്ടായിരുന്നു. പ്ലേഗ് റിമൂവ് ആയപ്പോൾ കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ഓർമ്മയ്ക്കെന്നോണമാണ് ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടപ്പോൾ ഈ കാണുന്നതാണ് മെക്ക മസ്ജിദ്. ഓക്കെ, ഇവിടെയൊക്കെ ഒത്തിരി കച്ചവടക്കാരാണ്. പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലേഗ് വന്ന് ഒരുപാട് ആൾക്കാർ മരിക്കുകയും അതിന് പകരമായിട്ട് അന്നത്തെ സുൽത്താൻ ദൈവത്തോട് നന്ദി സൂചകമായിട്ട് ഒരു മിനാരം പള്ളി പണിയുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സുൽത്താൻ മുഹമ്മദ് ഷാഫി കുതുബ് ഷാ ആണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. നേരത്തെ ഇവരുടെ ക്യാപിറ്റൽ സിറ്റി ഗോൾക്കൊണ്ടയിലായിരുന്നു. പിന്നീട് ഹൈദരാബാദിലേക്ക് സൗരപ്രദാർത്ഥം മാറ്റിയതാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്ന ഗ്രാനൈറ്റ്, ലൈം സ്റ്റോൺ അങ്ങനെ പല പിന്നെ അതുപോലെ തന്നെ കരിങ്കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എങ്കിലും ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊരു ബിൽഡിങ് പണിതത് തികച്ചും വളരെ നമ്മൾ പ്രശംസ അർഹനീയമാണ്. ഓരോരോ കമാനങ്ങളിലൂടെ ഇത് റൗണ്ടിൽ നമുക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കാണുവാൻ സാധിക്കുന്നു. ഇപ്പോഴും ആൾക്കാർ താഴെ ക്യൂ നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായാലും വളരെ ബ്യൂട്ടിഫുള്ളാണ്. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ കണ്ടിരിക്കേണ്ട വളരെ പ്രധാനം. ഇവിടെ നല്ല കാറ്റാണ്. ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ ഇത്രയും ഉയരമുള്ളതുകൊണ്ട് നല്ല ശരിക്കും കാറ്റടിക്കുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. ഏത് സൈഡിൽ പോയാലും ഒരേ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഭിത്തിയിലേക്ക് ആളുകൾ കോയിന് കൊണ്ടൊക്കെ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ളൊരു നടപടിയാണ്. അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. കാരണം നമ്മുടെ പൈതൃകം ചൂണ്ടിക്കാണിക്കുന്ന ബിൽഡിങ്ങുകളാണ്. അതൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഓരോരോ ഭാരതീയൻ്റെയും കടമയാണ്.
എന്തായാലും ആൾക്കാരെല്ലാം കയറി എപ്പോഴും ഫോട്ടോയും സെൽഫിയും എല്ലാം എടുത്ത് വളരെ വണ്ടറായിട്ടാണ് നിൽക്കുന്നത്. താഴെ ഒത്തിരി ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. നമ്മളിതിനകത്ത് നിന്ന് ഇറങ്ങിയതിന് ശേഷം മാത്രമേ എല്ലാവരും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ മെയിൻ ആർച്ച്. അതുപോലെ തന്നെ മുമ്പിലും വേറൊരു കവാടമുണ്ട്. ഇതാണ് ശരിക്കും ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്. നമ്മൾ ബാക്ക് വ്യൂയിലൂടെയാണ് കയറി വന്നത്. ഒത്തിരി ആളുകളെല്ലാം ഇവിടെ ഇപ്പോൾ വിദേശികളൊക്കെ വന്ന് ഇത് വിസിറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും റിയലി അമേസിങ് ആണ്. അങ്ങനെ ഇതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങി പയ്യെ താഴോട്ട് ഇറങ്ങി പോവുകയാണ്. സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തന്നെ അതും പതുക്കെ തന്നെ നമുക്ക് ഇറങ്ങി പോകാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് വിസിറ്റേഴ്സ് ഉള്ളതുകൊണ്ട് അവർ വേറൊരു പാസേജാണ് തുറന്നു തന്നിരിക്കുന്നത്. അതുപോലെ തിരക്കായിരുന്നു. അങ്ങനെ ഇതൊക്കെ എയർ വരാനുള്ള ഹോളാണ്. ശരിക്കും റിയലി അമേസിങ് ആണ്. അങ്ങനെ നമ്മൾ താഴത്തെ നിലയിലേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട്. ശരിക്കും ഇത് നാരോ പാസേജാണ്. നമുക്ക് കഷ്ടിച്ച് ഒരാൾക്ക് കടന്നു പോകാനുള്ള ഇടം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ റൗണ്ടാണ്. നമ്മുടെ ഒരു കാല് ശരിക്കും കുത്താനുള്ള ഇട പോലും ഇല്ല. വളരെ സമയമെടുത്ത് മാത്രമേ നമുക്ക് കയറാനും ഇറങ്ങാനും സാധിക്കുകയുള്ളൂ. എന്തായാലും നമ്മുടെ ലൈഫിൽ കണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കൺസ്ട്രക്ഷനാണ് ഇത്. ഇവിടെ ഈ മാർക്കറ്റ് എന്ന് പറയുന്ന പേരാണ് ലാഡ് മാർക്കറ്റ്. അങ്ങനെ ഫൈനലി നമ്മൾ താഴെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോഴും ഒരുപാട് ആളുകൾ ക്യൂ ആയിട്ട് ഇത് കാണുവാൻ, മുകളിൽ കയറുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നതാണ്. ഇത് തൊട്ടടുത്ത് മൊത്തം മാർക്കറ്റാണ്. ഇതാണ് മനോഹരമായ താഴെ നിന്നുള്ള കാഴ്ച. ഇപ്പോഴും ആ സൈഡിൽ ആൾക്കാർ 20 റുപ്പീസാണ് ഇതിൻ്റെ പാസ് എടുക്കേണ്ടത്. പക്ഷേ വിദേശികൾക്കൊക്കെ 300 റുപ്പീസാണ്. അങ്ങനെയാണ് അതിൻ്റെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ആൾക്കാർ കയറിപ്പോകാൻ വേണ്ടി ക്യൂ ആയിട്ട് നിൽക്കുന്നു. നമ്മൾ അങ്ങനെ ഇതെല്ലാം കണ്ടതിന് ശേഷം ഇറങ്ങി വരുന്നു. വളരെ തിരക്കാണ്. ഹോളിഡേയ്സിലൊക്കെ ഒരുപാട് ആളുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഫുൾ വ്യൂ. ഇപ്പോഴും ഒരു ക്ലോക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ ക്ലോക്ക് കറക്റ്റ് ടൈം തന്നെയാണ് കാണിക്കുന്നത്. ഒരുപാട് കച്ചവടക്കാരൊക്കെ ഇവിടെ ഉണ്ട്. പലതരം സാധനങ്ങളൊക്കെ നമുക്ക് ചീപ്പ് റേറ്റിൽ ഇവിടെ കിട്ടുന്നുണ്ട്. ആളുകളൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്താൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ മുകളിലൊരു പള്ളിയാണ്. പ്രാർത്ഥന നടത്താൻ വേണ്ടി ഇതിൻ്റെ നമ്മൾ കയറിയതിൻ്റെ മുകളിൽ തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക ഹാളൊക്കെ ഉണ്ട്. എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ഇതാണ് മെക്ക മസ്ജിദ്. അവിടെ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് നടന്ന് മെക്ക മസ്ജിദിൻ്റെ കവാടമാണ്. ഇവിടെ 2 ഒട്ടകങ്ങളെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. തികച്ചും കൗതുകകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ദം ബിരിയാണി, ഹൈദരാബാദ് ബിരിയാണി വളരെ ഫേമസ് ആണല്ലോ. അതൊക്കെ ഇവയുടെ അവൈലബിളാണ്. പക്ഷേ നമ്മൾ അത്ര പ്രതീക്ഷിച്ച പോലെ നല്ല ഹോട്ടലുകളൊന്നും ഇവിടെ കാണുവാൻ സാധിച്ചില്ല. വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും